വിജയ നമസ്കാരം. നമസ്കാരം. ഇന്ന് വന്നൊരു റിപ്പോർട്ടാണ്. ഇറാനും റഷ്യയും തമ്മിൽ വലിയ കൂട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ കൂട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ ഉണ്ടാകുമ്പോൾ പല ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ അറിയാലോ, ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഇസ്രായേൽ ഇപ്പൊ തീരും. കാരണം ഇസ്രായേൽ തീരുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ അടിച്ചാൽ അപ്പൊ റഷ്യ ഇറങ്ങും. റഷ്യ ഇറങ്ങിയിട്ട് ഇപ്പോ ഇസ്രായേലിനെ വലിച്ചു കീറും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ വിജയേട്ടൻ ആ സമയത്ത് ഉള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഒരു കൗതുകമായിട്ടുള്ള പുതിയൊരു അറിവായിരുന്നു. കാരണം ഇസ്രായേലും റഷ്യയും തമ്മിൽ സാംസ്കാരികപരമായിട്ട് വലിയ രീതിയിലുള്ള പൈതൃകം പേറുന്നുണ്ട്. അവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്ന രീതിയിൽ വിജയേട്ടൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴിതാ ഇറാനെ സഹായിക്കാൻ റഷ്യ പറന്നിറങ്ങിയിരിക്കുകയാണ്. 8 ആണവ നിലയങ്ങളാണ് ഇറാനിൽ റഷ്യ പണി കഴിപ്പിക്കാൻ പോകുന്നത് നേരിട്ടിറങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ഒരു ആണവ നിലയം പോലും ഇറാനിൽ ഉയരാനായി ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വലിയ ശത്രുവാണ്. ആദ്യം അവർ മിത്രങ്ങളായിരുന്നു, പിന്നീട് അവർ വലിയ ശത്രുക്കളായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായി മാറിയതിനു ശേഷമാണ് അവർ ശത്രുക്കളായി മാറിയത്. അതിനുശേഷം അവിടെയുള്ള ആണവ സയന്റിസ്റ്റുകളെല്ലാം തുരുതുരെ കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മൊസാദിന് ആ ഇറാനിലെ മുക്കും മൂലയും 24x7 മണിക്കൂറും ഇപ്പോഴും അരിച്ചു പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖമനേയിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ വരെ മൊസാദിന്റെ ആളായിരിക്കാം എന്നുള്ള കോൺസ്പിറസി തിയറികളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. ജോക്സ് അപ്പാർട്ട്, ഇപ്പോ ഈ റഷ്യ ഇറാനിൽ ഈ ഒരു 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് ചെറുതല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഇറാന്റെ ആണവോർജ്ജ സംഘടന AEOI മേധാവി മുഹമ്മദ് ഇസ്മായിലാണ് ഈ കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവർ ഈ പറയുന്ന കാര്യം, നമ്മുടെ രാജ്യം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ആണവ ഊർജത്തിനായിട്ടാണ് ഇത് ആശ്രയിക്കുന്നത്. വൈദ്യുതി ഉത്പാദിപ്പിക്കാനും മറ്റും. അല്ലാതെ വേറൊരു സംഭവം ഇതിനകത്തില്ല. ആണവ ഊർജ്ജം ഉപയോഗിക്കാൻ മാത്രമാണ്. ബുഷേർ മേഖലയിൽ 4 ആണവ നിലയങ്ങൾ റഷ്യയും ഇറാനും നിർമ്മിക്കാൻ കരാറിലെത്തിയെന്ന് ഇസ്മായിൽ പറയുന്നു. ഞായറാഴ്ച വൈകുന്നേരം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോടാണ് ഇയാളത് പറഞ്ഞത്. പോരാത്തതിന് ഇത് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ വാർത്താ ഏജൻസിയാണ്. നാലിൽ 2 കാസ്പിയൻ കടൽ തീരത്തും 2 തെക്കൻ തീരത്തും നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആണവ നിലയങ്ങളുടെ ഒന്നും സ്ഥലം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്. അത് കൃത്യമായിട്ടുള്ള സ്ഥലം നിശ്ചയിച്ചിട്ടില്ല എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പോരാത്തതിന് റഷ്യൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള പല ആൾക്കാരും ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വൻ ശക്തികൾ ഇറാന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ എന്ത് ചെയ്യുന്നു? വലിയ രീതിയിൽ ഭയക്കുന്നു. പക്ഷെ നമ്മുടെ ആംഗിൾ അതല്ല. നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത എടുത്തിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പൈപ്പ് ലൈൻ പോകുന്നുണ്ടല്ലോ, ഈ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലേക്ക് കയറി, അവിടെ നിന്ന് നേരെ ബലൂചിസ്ഥാനിലേക്ക് കയറി, പിന്നെ പാകിസ്ഥാനിന്റെ പഞ്ചാബ് മുറിച്ച് നേരെ മുംബൈയിലേക്ക് വരുന്നുണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻ. അപ്പൊ ആ പൈപ്പ് ലൈൻ വരാതിരിക്കാനുള്ള പഠിച്ച പണി 18 നോക്കുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിരന്തരം അവര് ഈ ഇൻസർജൻസി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ഈ നമ്മുടെ ഇടയിൽ നമ്മുടെ കഴുത്തിന്റെ മേൽ തൂങ്ങുന്ന ഒരു വാളായി പാകിസ്ഥാനെ പോലെ നിൽക്കണമെന്നാണ് അമേരിക്ക എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാബൂളിൽ പോയി യാതൊരു ആവശ്യമില്ലാതെയാണ് പാകിസ്ഥാൻ ബോംബിട്ടത്. അമേരിക്കയുടെ അറിവില്ലാതെയാണോ ബോംബിട്ടത്? അവിടെ ബോംബിട്ട് എപ്പോഴും തമ്മിലൊരു സംഘർഷം, അങ്ങനെ അവിടെ റെജീം ചേഞ്ച് നിരന്തരം വന്നുകൊണ്ടേയിരിക്കണം. കാരണം ഈ പൈപ്പ് ലൈൻ അടക്കമുള്ള സാധനങ്ങൾ വരണമെങ്കിൽ അതിന് അഫ്ഗാനിസ്ഥാനിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം വരണം. അഫ്ഗാനിസ്ഥാനിൽ സുസ്ഥിരമായിട്ടുള്ള ഭരണം വരിക മാത്രമല്ല ചെയ്യേണ്ടത്, മോസ്കോ താലിബാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു പൈപ്പ് ലൈൻ അകത്ത് ഇടുന്നുണ്ട് പാകിസ്ഥാനകത്ത്, അതിന് സംരക്ഷണം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ താലിബാൻ അതിന് എന്തു പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ആധികാരികമായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം, ഉറപ്പായിട്ടും താലിബാൻ പറഞ്ഞാണ് നമ്മൾ സംരക്ഷണം തരാം, ഒരു കുഴപ്പമില്ലാന്ന് താലിബാൻ പറഞ്ഞു കാണും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ കോറിഡോറുകൾ അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ആ തകർക്കാനായിട്ടുള്ള ബലൂചിസ്ഥാൻ മേഖല പിടിച്ചെടുക്കുക, അതാണ് അമേരിക്ക ഇപ്പൊ ബലൂച്ച് മേഖലയിലെ BLA അടക്കം തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അങ്ങോട്ടേക്ക് ഖനനത്തിനായി വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ ഈ പാകിസ്ഥാനെ ചുറ്റിപ്പറ്റി വലിയ പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തുന്നു. അഫ്ഗാനിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റഷ്യയും നമ്മുടെ ചൈനയും ഇന്ത്യയും ഈ പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പാകിസ്ഥാന്റെ പിറകിൽ അമേരിക്കയാണ്. അപ്പോൾ ഈ ഇറാന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇവരുടെ ചബഹർ പോർട്ടിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ രാജ്യത്തിന്. അത് ഒരു ഗേറ്റ് വേ ആണ്. ചബഹർ പോർട്ട് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളൊരു ഇറാനിൽ നിന്നുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ ഇറാനിലുള്ള ചബഹർ പോർട്ട് എന്ന് പറയുന്നത്. നമ്മളാണ് ഇപ്പൊ നോക്കി നടത്തുന്നത്. അപ്പോൾ ആ പോർട്ടും അവിടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാൻ, റഷ്യ, ചൈന,
ഇന്ത്യ എന്ന് പറയുന്ന ഒരു അച്ചുതണ്ട് ഈ മേഖലയിൽ രൂപപ്പെട്ടു വരുന്നതായിട്ടും ഒരു റിപ്പോർട്ട് ആ സമയം തന്നെ നമ്മൾ അനാലിസിസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിൽ 8 ആണവ നിലയങ്ങൾ കാരണം ഇറാനും ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ള ടേക്ക് ഉണ്ടല്ലോ, ഈ അച്ചുതണ്ടിനകത്ത് കയറി നിന്നിട്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ആണവ നിലയമല്ലേ, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആണവ നിലയം വേണം, അതല്ലേ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ നിർമ്മിക്കാനായിട്ട് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് റഷ്യ പറഞ്ഞതായിരിക്കാനും ഒരു സാധ്യതയുണ്ട്. നമ്മുടെ അനാലിസിസ് ആണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു അച്ചുതണ്ട് ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ലോകക്രമത്തിൽ ഇങ്ങനൊരു അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ ബാധിക്കും ഇസ്രായേലിന് അത് വലിയൊരു പ്രശ്നമായി മാറില്ല. കാരണം ഇസ്രായേലും ഇന്ത്യയുമായിട്ടും നല്ല ബന്ധമാണ്, ഇസ്രായേലും റഷ്യയുമായിട്ടും നല്ല ബന്ധമാണ്. അപ്പോൾ ഇസ്രായേലും പാകിസ്ഥാനും ഇറാനൊക്കെ ആയിട്ടാണ് മോശമായിട്ടുള്ള ബന്ധങ്ങളുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ അത് ബാധിക്കില്ലേ? അമേരിക്ക ഏത് രീതിയിൽ അത് ബാധിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല, അത് ബാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകക്രമത്തിൽ ഇത് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്? ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം നടന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെയുള്ള ചർച്ച ഞാൻ പറഞ്ഞിരുന്നു. ഇറാന്റെ ഒരു ന്യായമായ ആവശ്യമാണ് ഈ ആണവ നിലയങ്ങൾ വേണമെന്നുള്ളത്. അതായത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ആണവ നിലയം എന്ന് കേൾക്കുമ്പോൾ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ല, നമ്മുടെ ഇന്ത്യയിൽ അനവധി ആണവ നിലയങ്ങളുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി ഒരു വലിയ രീതിയിൽ തന്നെ പരിഹരിക്കപ്പെട്ടത്. ഇറാനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പവർ കട്ടുള്ള ഒരു രാജ്യം ലോകത്ത് വേറെ എങ്ങുമില്ല. 20 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസത്തിൽ. അതായത് ആകെ ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അതിൽ 20 മണിക്കൂറാണ്. പിന്നെ അവരുടെ വൈദ്യുതി ഒക്കെ വളരെ, അതായത് ഇവരുടെ ഈ തുറമുഖങ്ങളിലൊക്കെ പോലും മുമ്പ് ഈ തുറമുഖത്ത് ഒരു സ്ഫോടനം നടന്നു. ഇസ്രായേലാണ് അതിന്റെ പിന്നിൽ നിന്ന് പറയുന്നത്. പക്ഷെ ആദ്യം അത് കേട്ടത് ഈ ഇലക്ട്രിസിറ്റിയുടെ ഫെയിലർ എന്തോ പ്രോബ്ലം ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. ഈ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ടുകളുണ്ട്, ഒപ്പം തന്നെ ന്യൂക്ലിയർ പ്രൊജക്ടുകളുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് പറ്റിയ ഇടങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട്. ഒപ്പം തന്നെ ഈ പറയുന്ന താപവൈദ്യുത നിലയങ്ങളും ഒപ്പം തന്നെ ന്യൂക്ലിയർ നിലയങ്ങളും ഒക്കെ നമുക്കുണ്ട് ഒരുപാട്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് അവരുടെ ഒരു ഭൂമിശാസ്ത്രപരമായി അത് പറ്റില്ല. അപ്പൊ അവർക്ക് ഈ ന്യൂക്ലിയർ ഇത് തന്നെ വേണം. വലിയൊരു രാജ്യമാണ്, നമ്മൾ വിചാരിക്കുന്നത് ചെറിയ രാജ്യമല്ല. ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകണമെങ്കിൽ ഊർജം അനിവാര്യമാണ്. ആ ഊർജത്തിന് അവർക്ക് വൈദ്യുതി ആയാലും ഊർജം ഉണ്ടെങ്കിൽ, വൈദ്യുതി മാത്രമല്ലല്ലോ മറ്റ് പല കാര്യങ്ങളും, അവരുടെ കമ്പനികളായാലും മുമ്പോട്ട് പോകണമെങ്കിലൊക്കെ ഊർജം ആവശ്യമാണ്. അപ്പൊ അവർക്കൊരു ആണവ നിലയം അത് ആർക്കും എതിർക്കാൻ കഴിയില്ല. അവർക്ക് അത് നിഷേധിക്കാൻ അമേരിക്കയ്ക്കും കഴിയില്ല, ഇസ്രായേലിനും കഴിയില്ല. അവരെല്ലാം എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആണവ ആയുധങ്ങളും ആണവ റിയാക്ടറുകൾക്ക്, അതായത് ഇവരുടെ ആണവ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്കെതിരെയാണ് അവർ എതിർക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു 80 വരെയൊക്കെ ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇറാന്റെ 44% എണ്ണയും വാങ്ങിക്കൊണ്ടു പോയിരുന്നത് ഇസ്രായേലാണ്. ആ ബന്ധത്തിന് വിള്ളൽ വീണു. അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിള്ളലായിട്ട് തന്നെ അതിനെ കണക്ക് കാട്ടും. അപ്പോ ഇവിടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ അറബ് വിപ്ലവം വരികയും ഖമേനി തലപ്പത്തേക്ക് വരികയും ചെയ്തു. അപ്പൊ ഇറാന്റെ ആ പഴയ സ്വഭാവമല്ല അവരുടെയും പോയി. അങ്ങനെ വന്ന് ഇവരുടെ ബന്ധം വലിയ രണ്ട് രീതിയിലേക്ക് അകന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് റഷ്യക്ക് ഇസ്രായേൽ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഈ റഷ്യയുടെ ആണവ റിയാക്ടറുകളൊന്നും റഷ്യ ഇറാനിൽ പ്രവർത്തിപ്പിക്കുന്ന ആണവ റിയാക്ടറുകളെ ആക്രമിക്കില്ല എന്ന്. കാരണം അവിടെ ഏതാണ്ട് അന്ന് 200ഓളം റഷ്യൻസ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചബാർ തുറമുഖത്തിനും ഒരു ഗ്യാരണ്ടി ഇസ്രായേൽ നമുക്ക് തന്നിരുന്നു. അതാണ് നേരത്തെ ധനുഷ് പറഞ്ഞത്, ഇസ്രായേലുമായി ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ്, റഷ്യയായിട്ട് നല്ല ബന്ധമാണ്. അന്ന് റഷ്യക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, നിങ്ങളുടെ ആളുകൾ വർക്ക് ചെയ്യുന്ന റിയാക്ടർ ഒന്നും ഞങ്ങൾ ആക്രമിക്കില്ല. കാരണം അത് ആവശ്യമില്ല അതിന്റെ ആക്രമിക്കേണ്ടത്. കാരണം ഈ 2 തരത്തിലാണ് ആണവ ഊർജ്ജം ഉപയോഗിക്കുന്നത്. ഒന്ന് സിവിലിയൻ ആവശ്യങ്ങൾക്കും മറ്റൊന്ന് സൈനിക ആവശ്യങ്ങൾക്കും. നമ്മൾ ഈ കേട്ട് എല്ലാവരും ഈ പ്രത്യേകിച്ച് ആണവ ഊർജ്ജം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ചിന്ത പെട്ടെന്ന് പോകുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് ഉള്ളത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നേരെ തിരിച്ചും ചിന്തിക്കാം നമുക്ക്. കാരണം ഇപ്പൊ നമുക്ക് കൂടംകുളം തടക്കമില്ലേ. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും ഒക്കെ ഇറങ്ങും, ആണവ നിലയത്തിനെതിരെ ചെർണോവ് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങാറുണ്ട്. അപ്പം ഇത് വേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ റഷ്യ ആണ് ഇതിന്റെ പണികൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അങ്ങനെ അതിന്റെ വർക്കുകൾ തുടർന്ന് വന്നിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഖമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇസ്രായേലുമായിട്ട്, ഞങ്ങളുടെ ശത്രു ആയിട്ടുള്ള ഇസ്രായേലിന്റെ തോളത്ത് കൈയിട്ടുണ്ട്, ഞങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് വന്നാൽ അമേരിക്കയായിട്ട് ഒത്തുപോകാൻ ഞങ്ങൾക്ക് പ്രയാസകരമാണെന്ന്. കാരണം ഇപ്പൊ അമേരിക്കയെ പറയുന്നതൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതിനകത്ത് ഇവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇറാന് പറ്റിയതല്ല, അവരങ്ങനെ പെട്ടുപോയതാണ്. 2015 ഇവർ പോയിട്ട് ഒരു കരാർ ഒപ്പിട്ടായിരുന്നു, നിരീക്ഷണ നിരോധന ഉടമ്പടി. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് CTBT അതിലിപ്പോ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഉടമ്പടി പ്രകാരം ഈ പിന്നെ അന്വേഷണ സംഘത്തിന്, ഈ പരിശോധനാ സംഘത്തിന്, ഐക്യരാഷ്ട്രസഭയുടെ പരിശോധന സംഘത്തിനെ അനുവദിക്കണമെന്നുള്ളതാണ്.
2015 ഇവർ ഒപ്പിട്ടു എങ്കിലും പിന്നെ ഇവരത് അനുവദിക്കുന്നില്ലായിരുന്നു. അതായത് അവര് വന്നിട്ട് ഇത് നോക്കും, ഇവിടെ ഈ സമ്പുഷ്ട യുറേനിയം എത്രയുണ്ട്, ഇവിടെ എന്തൊക്കെ വർക്കാണ് നടക്കുന്നത്. അപ്പൊ ഇവർ പരിശോധകരെ അനുവദിച്ചിട്ടില്ല. അതാണ് നമ്മുടെ രാജ്യം ഇത് ഒപ്പിട്ടിട്ടില്ല. ഇവിടെ ഒന്നും ആർക്കും കയറി ഇറങ്ങാനൊന്നും കഴിയില്ല. കാരണം നമ്മള് പരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് രഹസ്യമായിട്ട് ഒരു രാജ്യത്തിൽ പരീക്ഷണം നടത്താനും കഴിയില്ല. അതുകൊണ്ടാണ് റഷ്യ പരീക്ഷണം നടത്തിയതിന് തൊട്ട് പിന്നാലെ പുടിൻ അത് പ്രഖ്യാപിച്ചു. ഇന്ത്യ പരീക്ഷണം നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രീമാൻ AB വാജ്പേയി അത് പ്രഖ്യാപിച്ചു. വ്ളാഡിമിർ പുടിൻ അത് തുടങ്ങുന്നതിന് മുമ്പേ പ്രഖ്യാപനം നടത്തി. തുടങ്ങിക്കഴിഞ്ഞും അദ്ദേഹം പ്രഖ്യാപനം നടത്തും. ഇപ്പൊ ചൈന പോലെ, ഉത്തര കൊറിയ പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് അങ്ങനെ പ്രഖ്യാപിക്കാതെ. അതാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. റെക്കോർഡിക്കലി അവരുടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെയൊക്കെ രാജ്യങ്ങൾ ഇത് പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമ്മുടെ കയ്യിലുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് അല്ല പ്രഖ്യാപിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു AB വാജ്പേയി പറഞ്ഞത് നമ്മുടെ രാജ്യം ലോകത്ത് ഒരു ആണവ രാജ്യമായി മാറി എന്നൊരു പ്രഖ്യാപനം മാത്രമാണ്. 2-3 വരി ഉള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ ആവശ്യമേ ഉള്ളൂ, നമ്മൾ നടത്തി എന്നുള്ളതാണ്. അല്ലാതെ ഇതിന്റെ എന്തൊക്കെയാണ് സൈഡ് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് പരസ്യപ്പെടുത്തുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് രഹസ്യമാക്കി ഒന്നും ഒളിച്ചു വെക്കാനില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് അതല്ല, അവർക്ക് രഹസ്യമാക്കി നടത്തിയേ പറ്റൂ. കാരണം പരസ്യം രാജ്യം അതോട് തീർന്നു. കാരണം ലോണും കിട്ടത്തില്ല, സാമ്പത്തിക സഹായം കിട്ടത്തില്ല, അവിടുത്തെ ജനം തന്നെ വിഷയമാകും. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ രീതി എന്ന് വെച്ചാൽ അമേരിക്കയെ വകവെക്കാതെ തന്നെ ഇറാൻ മുൻപോട്ട് പോകുന്നു, അഫ്ഗാനിസ്ഥാൻ മുൻപോട്ട് പോകുന്നു. റഷ്യ ആണെന്നുണ്ടെങ്കിൽ എന്താണ് തന്റെ ചുറ്റും നടക്കുന്നത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ക്രൂഷ്യൽ കണ്ടീഷനിലാണ്. കാരണം ഇവിടെ ഇത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുണ്ട് ഇവിടെ. അതും കൂടെ ഞാൻ പറയാൻ തരാം, അതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞ് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല, എണ്ണ വാങ്ങുന്നത് കുറച്ചു എന്നുള്ള. ഇത് ഇന്ത്യ എണ്ണ വാങ്ങൽ കുറച്ചതല്ല, ആ വാർത്തയാണ്. അതാ ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വാർത്തയെന്ന്. നമ്മളുടെ അടുത്ത് അമേരിക്ക പലവട്ടം പറഞ്ഞു റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞു. ഇന്ത്യ കേട്ടിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ ആ നിലപാട് തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യ കുറച്ച് വാങ്ങുന്നത് ഇപ്പോൾ? അതാണ് വാർത്ത. അതിനെയാണ് ഇവർ ട്വിസ്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഈ പറയുന്ന ഈ റോസ്നിഫ്റ്റി പോലെയുള്ള കമ്പനികൾക്ക്, അതുപോലുള്ള അവിടുത്തെ എണ്ണ കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് മൂലം അവർക്ക്, ആ കമ്പനികൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങല് കുറച്ചത്. അതല്ലാതെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടല്ല. അവരുടെ കമ്പനിയുടെ ഇന്നലെ മുതൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട്. അത് മാറുന്നുണ്ടല്ലേ? അതായത് ഇന്ത്യ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തുരങ്കം വെച്ചപ്പോൾ തിരിച്ചൊരു തുരങ്കം അമേരിക്കയ്ക്ക് നേരെ വെച്ച് ഇന്ത്യ അത് കൃത്യമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അല്ല, ആ തുരങ്കം ഏതാണെന്ന് നമ്മൾ മുമ്പ് ചർച്ച പറഞ്ഞില്ല. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പനികൾക്ക് ഈ റോസ്നിഫ്റ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കമ്പനികളുണ്ട്. ഇപ്പൊ ഞാൻ ധനുഷിന്റെ കമ്പനിയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുകയാണെങ്കിൽ എന്നെ ബാധിക്കും ഇത്. കാരണം വെച്ചാൽ ഇത് ഷിപ്പിംഗ് ചെയ്ത് കൊണ്ടുവരാൻ ടാങ്കറുകൾ തയ്യാറാകത്തില്ല. ഇപ്പൊ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ധനുഷിന്റെ അടുത്ത് പറയുകയാണ് എനിക്കൊരു 10 ലിറ്റർ വേണമെന്ന് പറഞ്ഞാൽ ധനുഷിന് അത് എനിക്ക് തരാൻ പറ്റും. ഞാൻ ശരി എടുത്തോ എന്ന് പറയാം. പക്ഷെ ഇത് ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല. ഈ ഉപരോധം കൊണ്ട് കമ്പനികളൊന്നും വരില്ല, ഷിപ്പിംഗ് കമ്പനികൾ വരില്ല, മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനറികൾ ഇറങ്ങി പുറപ്പെടില്ല. കാരണം പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനറിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും റിഫൈനറികൾ ഉള്ളതാണ്. അപ്പൊ അവിടെ ഉപരോധം നേരിടും, അവിടുത്തെ കച്ചവടം അവർക്ക് പോകും. അതുകൊണ്ട് അവർ പോയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തുരങ്കം വരുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുമ്പായിരുന്നു തോന്നുന്നു അല്ലേ? അതിന് നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. റോസ്നിഫ്റ്റുമായിട്ടും നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കമ്പനികളുണ്ട്. ആ കമ്പനികൾക്ക് യൂറോപ്പ് കമ്പനിയുണ്ട്, അതായത് റോസ്നിഫ്റ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്, റോസ്നിഫ്റ്റിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന. ഇപ്പൊ ഞാൻ ധനുഷിന്റെ നേരിട്ട് എടുക്കുന്നില്ല, ഇടയ്ക്ക് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ എണ്ണ വാങ്ങുന്നത്. അതിപ്പോ എന്നെ നിരോധനം ബാധിക്കില്ലല്ലോ. നിരോധനം വരണമെങ്കിൽ ആരെ വരണം? ഈ ഇടയ്ക്ക് നിൽക്കുന്നവനെ വരണം. ഇടയ്ക്ക് നിൽക്കുന്നവൻ നമ്മുടെ സ്വന്തം ആളാണെങ്കിൽ, അത് ട്രംപിന്റെ സ്വന്തം ആളാണെങ്കിൽ ട്രംപിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ യൂറോപ്യൻ രാജ്യത്തെ കമ്പനികളാണ് ഇടനിലക്കാര്, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്ന ഈ സാധനം. അങ്ങനെയാണ് നമ്മൾ ഒരു വഴി അതിൽ തുറന്നത്. പിന്നെ റഷ്യ ഷാഡോ ഷിപ്പുകൾ അനുമതി ഇറക്കിയിരുന്നു. ആ ഷാഡോ ഷിപ്പുകൾ ഇറക്കി കഴിഞ്ഞിട്ടാണ് ഷാഡോ ഷിപ്പ് ഈ ഫ്രാൻസ് തടഞ്ഞു വെച്ചതൊക്കെ നമ്മൾ മുമ്പ് വാർത്തയായിരുന്നു. റഷ്യയുടെ ഒരു ഷിപ്പ് ഫ്രാൻസ് തടഞ്ഞു വെച്ചിരുന്നു. അതില് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ചൈനക്കാരനും ഷിപ്പിന്റെ മറ്റു ജോലിക്കാരെന്ന് അല്ല, ക്യാപ്റ്റൻ ചൈനക്കാരനും ഷിപ്പ് വരുന്ന ഇന്ത്യയിലേക്കും ഷിപ്പ് റഷ്യയുടേതുമായിരുന്നു. അപ്പം അങ്ങനെ അത് പിടിച്ചു വെച്ചു. കാരണം ഇല്ലീഗലായിട്ട് വരുന്നു, ഷാഡോ ഷിപ്പായിരുന്നു. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യ ഊർജ്ജം വാങ്ങുന്നത് അനുസൃതം തുടരുക തന്നെ ചെയ്യും. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ രാജ്യം എടുത്ത തീരുമാനമല്ല എണ്ണ കുറച്ച് വാങ്ങാനായിട്ട്, നമ്മുടെ സാഹചര്യമാണ്. അതായത് ആ കമ്പനിക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ
ധനുഷിന്റെ നിന്ന് വാങ്ങാൻ തയ്യാറാണ്. ധനുഷിന് അത് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. എന്റെ നിലപാട് ധനുഷിന്റെ നിന്ന് തന്നെ വാങ്ങണമെന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ അത് മാറി വരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? ധനുഷ് അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആ വാർത്ത കണ്ടില്ല, അതെ അതെ അതെ, അതുകൊണ്ടാണ്. ആ വാർത്ത അങ്ങനെ ഉണ്ട്. അപ്പം ദേശീയമാധ്യമങ്ങൾ അതൊരു അത് ഈ പോകുന്നു. പിന്നെ ട്രംപിന്റെ പറയൂ. ബുദ്ധി എന്ന് പറഞ്ഞാൽ കുറച്ച് 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 ഭീകര ബുദ്ധിയാണ് കേട്ടോ ട്രംപിന്റെ ബുദ്ധി. ഈ നമ്മളിപ്പോ കേൾക്കുന്ന ഒരു വാർത്തയായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട്. ഞാനിത് വെറുതെ പറഞ്ഞു പോകാന്നുള്ളത് പറഞ്ഞു പോകുന്നത്, നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അപ്പൊ റഷ്യക്ക് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഈ റോസ് നിഫ്റ്റി പോലുള്ള ഇന്ത്യയുടെ 70% എണ്ണയും റോസ് നിഫ്റ്റിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത്ര ലക്ഷം ബാരൽ എണ്ണയാണ് ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് ഉപരോധം ഏർപ്പെടുത്തി ട്രംപ്. അതിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ ഓൾറെഡി 67 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള കരാറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമീബിയ പോലെയുള്ള രാജ്യങ്ങൾ, അപ്പൊ ലോകത്തിലെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തന്നെ ഏറ്റവും വലിയ സൗദി എന്നാണ് അതിനെ പറയുന്നത്, ഏറ്റവും വലിയ എണ്ണപ്പാടമൊക്കെയാണ് അവിടെ ഉള്ളത്. നരേന്ദ്രമോദി അവിടെ പോയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ രാവിലെ കണ്ണിഞ്ഞെരടി എണീച്ചപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സുഡാനിലും നൈജീരിയയിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതാ ട്രംപ് അവിടെ പറന്നിറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അതായത് അവിടെയുള്ള ആൾക്കാരെ ഗിനിപ്പന്നികളെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ കണ്ണിഞ്ഞെരടി എണീച്ചപ്പോൾ വീഴ്ചിട്ട ഈ ഒരു വാർത്ത. അതായത് സുഡാനിലും നൈജീരിയയിലും ട്രംപ് അമേരിക്കൻ സൈന്യത്തെ കൊണ്ട് ഇറക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നു. അതായത് ഈ ലോക മാധ്യമങ്ങൾ ഈ വാർത്ത നമുക്കിടയിൽ ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്. ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം, ആ സംഘർഷം ലോക മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിയാനും പോകുന്നില്ല. ഇവിടെ പലസ്തീന് വേണ്ടി ഒരു നിലവിളി ഉയരാനും പോകുന്നില്ല. ആരും എന്ത് ചെയ്യാൻ പോകുന്നില്ല. പലസ്തീന്റെ കാര്യത്തിൽ വലിയ ടേക്ക് എടുക്കാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആരും നിലവിളിക്കുന്നില്ല. കേരളത്തിലെ നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വെറും നിലവിളിക്കുന്നു. അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത രാവിലെ സ്വിച്ച് ഇട്ട പോലെയാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു ഒരു വാർത്ത വരുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങ് കയറി ഇറങ്ങുന്നു, ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഇവിടെ വരുന്നു. അതായത് സംഘപരിവാറുകാർ അവിടെ ഇസ്ലാമിക ഭരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ വാർത്ത കൊണ്ടുവരുന്നു. മറ്റു പല ക്രിസ്ത്യൻ സംഘടനകൾ ഇറങ്ങുന്നു, ഇവിടെയുള്ള വേറെ ചില ആൾക്കാരെ ന്യായീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ആകെ ജഗപുക. അപ്പൊ സംഭവം ഇത് കുറച്ചുകൂടെ നമ്മൾ ഒന്ന് ഡിസെക്ട് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ഇന്ത്യയുടെ ഓയിൽ സപ്ലയർ ആവാൻ ശേഷിയുള്ളൊരു രാജ്യം നൈജീരിയയാണ്. ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഇപ്പോൾ എറിക് പ്രിൻസ് എന്ന് പറയുന്ന ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫോമിന്റെ CIA പിടിപ്പുകാരനായിട്ടുള്ള ഒരുത്തൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, ഞങ്ങൾ പറന്നിറങ്ങട്ടെ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വരികയാണ് നൈജീരിയയിൽ. ഇതുവരെ വരാത്തൊരു സാധനം ഇവർക്ക് ഇപ്പോൾ വരുന്നു. ഇവർ നൈജീരിയയിലോട്ട് പറന്നിറങ്ങാൻ പോകുന്നു. നൈജീരിയയിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ വന്ന് സൈന്യത്തെ വിന്യസിക്കുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നൈജീരിയയിൽ സൈന്യത്തെ വിന്യസിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവിടെയുള്ള സർക്കാർ അട്ടിമറിക്കപ്പെടും. അവിടെയുള്ള സർക്കാർ അട്ടിമറിക്കപ്പെട്ട് നമ്മളുമായിട്ടുള്ള പല കരാറുകളിലും പല രീതിയിലുള്ള വിഘാതങ്ങൾ വരുത്താൻ ഈ രാജ്യത്തിന് സാധിക്കും. പിന്നെ പോരാത്തതിന് ഇപ്പോൾ വെനിസ്വേലയുമായിട്ട് എണ്ണ വാങ്ങിക്കാനായിട്ട് ട്രംപ് വടിച്ചാമടി പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. വെനിസ്വേല അടുക്കുന്നില്ല. ഇപ്പോൾ പോലും മഡൂറോ പറഞ്ഞിരിക്കുന്നത് ഇറങ്ങി കണ്ടം വഴി ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത നൈജീരിയ പിടിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട് ധനുഷ് ഇത് പറഞ്ഞത്. കാരണം ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ കുറച്ചധികം ബഹുദൂരം ധനുഷ് മുൻപോട്ട് പോയിരിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ധനുഷ് ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഒരു കൊച്ചനിയനെ പോലെ, ഒരു കൊച്ചു പയ്യൻ ജേർണലിസ്റ്റിനെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ വളരെ വേഗം പിക്കപ്പ് ചെയ്തിരിക്കുന്നു. വലിയ സംഭവം ആ പറഞ്ഞത് ജിയോ പൊളിറ്റിക്സിന്റെ ഒരു വലിയ ട്രിക്സ് ആണത്. അതിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിനെ പൊളിക്കാൻ എളുപ്പമാണ്. അതാണ് ലോകരാജ്യങ്ങൾ ചെയ്യുന്നത്. ഇത് ട്രിക്സ്. ഇത് ഒരു മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കുമ്പോഴാണ് അവൻ ജിയോ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവൻ കടന്നു ചെന്നു എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെന്താ യോഗയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ചക്രങ്ങളെ കുറിച്ച് പറയില്ലേ, കുണ്ഡലിനി, മണിപൂരകം, സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയത്തില്ല. അതിലെ പോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതാണ് അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ട്രിക്ക്. അതാണ്, കറക്റ്റ് ആണത്. ഒരു രാജ്യം മൂവ് ചെയ്യുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ മാധ്യമങ്ങൾ പറയും അമേരിക്ക നൈജീരിയയിലേക്ക് പോകുന്നു, അത് വലിയ വാർത്തയാണ്. അമേരിക്ക ഇപ്പൊ ബോംബിടും, നൈജീരിയയിൽ അത് ചെയ്യും, ഇത് ചെയ്യും, ക്രിസ്ത്യാനികളെ രക്ഷിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാർത്തയുണ്ട്. ആ വാർത്തയാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞു. അതാണ് റിയൽ പൊളിറ്റിക്സ്. മറ്റേത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സും, മറ്റേതാണ് റിയൽ പൊളിറ്റിക്സ്. യഥാർത്ഥ രാഷ്ട്രീയം അതും, ഇത് രാഷ്ട്രീയം. യഥാർത്ഥ രാഷ്ട്രീയം രണ്ടും രണ്ടാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സാധനം. അതാണ് അത്. എല്ലാ രാജ്യങ്ങൾക്കും ഇത് നല്ല അവയർനെസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുമുണ്ട്. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ നിർണായകമായൊരു ദിവസമാണ്. കാരണം അദ്ദേഹത്തിന് സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു വിധി വരികയാണ്. ആ വിധിയോടുകൂടി ട്രംപിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ആ വിധി ട്രംപിന് അനുകൂലമാണ് എങ്കിൽ അദ്ദേഹം ഒരു വലിയ ഒരു പവർഫുൾ മനുഷ്യനായി, ഒരു ശക്തിമാനായിട്ട് വീണ്ടും വരും.
ഈ 50% എന്നൊക്കെ ഉള്ള താരിഫ് ചിലപ്പോൾ 100-ലേക്ക് വിടാനും പുള്ളിക്ക് മടിയുണ്ടാകില്ല. പക്ഷെ നേരെ മറിച്ച് ആ വിധി ഓപ്പോസിറ്റ് ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ താരിഫ് നയത്തിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരും. ഇന്ത്യക്കൊക്കെ ഈ 50% എന്നുള്ള താരിഫൊക്കെ അദ്ദേഹത്തിന് മാറ്റേണ്ടി വരും. അതായത് ട്രംപിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിധിയാണ് നാളെ വരുന്നത്. അതെന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആ വിധിക്ക് ശേഷം ഇനി എന്താണ് ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലോകം എമ്പാടും സംഭവിക്കുക എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യാണ് ആ ഒരു വിധി അറിയുക എന്നുള്ളത്. കാരണം അതൊരു വല്ലാത്തൊരു വിധിയാണ് അവരുടെ സുപ്രീം കോടതിയിൽ. അപ്പൊ അവര് ഇപ്പൊ പറഞ്ഞത് 2 കോടതി വിധി വന്നു കഴിഞ്ഞു. ഇപ്പം ഓൾറെഡി ഈ ടാക്സ് ഇങ്ങർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സുപ്രീം കോടതി വിധി എന്താണെന്ന് അറിയില്ല. നേരെ മറിച്ച് വിധി അനുകൂലമാണ് എങ്കിൽ പിന്നെ ട്രംപിന്റെ ഒരു എന്താണ് പറയുന്നത് ഒരു തേരോട്ടം തന്നെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് അതിനും കൂടെ വെയിറ്റ് ചെയ്യാം.